ഇന്ന് സമരം പിൻവലിച്ചിരിക്കുകയാണ്. PVR സമരം പിൻവലിച്ചിരിക്കുന്നത് വലിയൊരു ഇടപെടൽ, MA യൂസഫിലെ ഇടപെടലും നിർമ്മാതാക്കളുടെ സംഘടന ഇടപെടലും ഫെഫ്കയുടെ ഇടപെടലും എല്ലാം കൊണ്ടൊരു സമരം അവസാനിച്ചിരിക്കുന്നു. ലിസ്റ്റിന് ഇപ്പം സമരം അവസാനിച്ചു എന്നുള്ള വാർത്ത, നിങ്ങളാണ് ആ വാർത്ത അവിടെ എത്തിക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സമരം അവസാനിച്ചത്, ഏത് രീതിയിലാണ്? അല്ല, അങ്ങനെയല്ല. ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിട്ട് ഈവൻ ഇരിക്കുമായിരുന്നു എല്ലാ സൈഡിൽ നിന്നും. അപ്പോൾ അവരൊരു അഡമൻ്റ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ആര് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവർ ഓക്കെ അല്ലായിരുന്നു. ഈ വിഷയം 2-3 ദിവസങ്ങളായിട്ട് ഇതിനെ ഡിസ്കഷനായിട്ട് കൊണ്ടിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഈ ലെവലിലേക്ക് വരുത്തണ്ട എന്ന് ഞങ്ങൾ പല പ്രാവശ്യവും പറഞ്ഞല്ലോ. പക്ഷെ അപ്പോൾ അവർ വിചാരിച്ചു ഇപ്പോൾ ആടുജീവിതം നന്നായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്, ആവേശം സിനിമ റിലീസാവുന്നു, വർഷങ്ങൾക്ക് ശേഷം പടം റിലീസാവുന്നു, ജയ് ഗണേഷ് പടം റിലീസാവുന്നു. അപ്പം ഈ അവസരത്തിൽ അവരുടെ സൈഡിൽ നിന്നൊരു വലിയ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം അവരുടെ കാര്യം സാധിക്കാം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളുടെ സംഘടനയ്ക്കൊപ്പം നിന്നതുകൊണ്ടിട്ട് അവർ പടം കൊടുക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ അവർ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും അവർ നിലവിലുള്ള, അങ്ങനെയാണെങ്കിൽ അവർ നിലവിലുള്ള സിനിമകളൂടെ വിഡ്രോ ചെയ്യും എന്നുള്ള രീതിയായി. അപ്പം നല്ല രീതിയിൽ പോയ സിനിമയും അവർ വിഡ്രോ ചെയ്തു. അപ്പോൾ എന്താണ്, അപ്പം എല്ലാ സൈഡിൽ നിന്നും ഞങ്ങളെ, അപ്പോൾ അവർ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട്, അല്ല പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടിയിട്ട് അവരും ഒരു ത്യാഗം ചെയ്യുന്ന പോലെ ആയിപ്പോയല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ഇനി ഒരിക്കലും PVRന് സിനിമ കൊടുക്കുന്നില്ല എന്നുള്ള ലെവലിലേക്ക് വരണം. നിങ്ങളാരും നിങ്ങളുടെ സിനിമകൾ, ഇപ്പോൾ എൻ്റെ സിനിമ വരാൻ പോകുന്നുണ്ട്, ആൻഡ്രോ ജോസഫിൻ്റെ സിനിമകൾ വരാൻ പോകുന്നുണ്ട്, അങ്ങനെ പല നിർമ്മാതാക്കളുടെ സിനിമകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരും PVRലേക്ക് കൊടുക്കണ്ട. അതോടൊപ്പം തന്നെ അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ കളിക്കുകയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കാര്യങ്ങളൊട്ടും നടക്കത്തില്ല എന്ന്. അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് ആയിക്കോട്ടെ എൻ്റെ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച്, ഇപ്പോൾ ഫെഫ്ക ആണെങ്കിൽ അവരുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ആൾക്കാരായിക്കോട്ടെ, റൈറ്റേഴ്സ് യൂണിയൻ്റെ ആൾക്കാരായിക്കോട്ടെ, സിനിമയ്ക്ക് വേണ്ടിയിട്ടൊപ്പം നിന്നു. അങ്ങനെ ലുലുവിൻ്റെ ഓണറായ യൂസഫിലേക്ക് വരെ മെസ്സേജുകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും പൊളിറ്റിക്കലി ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയുടെ ഒപ്പം ഈവൻ നിന്നു. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ വിളിച്ചു ചെയ്യുകയും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ഇവരോട് സംസാരിച്ച സൊല്യൂഷനുണ്ട്, നിങ്ങൾ ഈ 2 ഇപ്പോൾ ഉള്ള സിനിമകൾ റിലീസ് ചെയ്യട്ടെ, 2 തിയേറ്ററുകളെ പറ്റി നമ്മൾ പിന്നെ സംസാരിക്കാം, ഇപ്പം സിനിമകൾ റിലീസാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത തീരുമാനത്തിലേക്ക് തന്നെ അവരിപ്പോൾ വന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ സിനിമകളും ഇപ്പോൾ 6 മണി ഷോ മുതലിട്ട് ഓപ്പൺ ആവുകയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ കേരളത്തിലും ഉൾപ്പെടെ, കേരളത്തിന് വെളിയിലും എല്ലാ സ്ഥലത്തും റിലീസാവുകയാണ്. ഈ 2 തിയേറ്ററുകളുടെ വിഷയം ഞങ്ങൾ അടുത്ത ഒരു 1 or 2 വീക്കിനുള്ളിൽ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തത്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അങ്ങനെ തിയേറ്ററുകളെല്ലാം ഓപ്പണായി. മലയാള സിനിമ നല്ല അവസ്ഥയിൽ പൊക്കോണ്ടിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അൺവാണ്ടഡ് ഒരു ഇഷ്യൂ ആവശ്യമില്ലായിരുന്നു. അവർക്ക് ഈസി ആയിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ ഇത് തിയേറ്ററുകളിൽ കളിക്കാവുന്ന ഒരു സമയത്ത് അവർ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ട് അവരുടെ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. എനിവേ അത് നടന്നില്ല എന്ന് ഇവിടുത്തെ മലയാള സിനിമാക്കാരെല്ലാം ഒന്നാണ്, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ സംവിധായകരായിക്കോട്ടെ ഒന്നാന്ന് ഈ ഒരു വിഷയത്തിൽ തെളിയിക്കുകയും കൂടെ ചെയ്തു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഈ കണ്ടന്റിന്റെ ഒരു വിഷയത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇനി ഈ കണ്ടന്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 2 തിയേറ്ററിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ഒരാഴ്ചകളിൽ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും പോകുക? അല്ല, കണ്ടന്റിൻ്റെ കാര്യമാണ് തുടക്കം തൊട്ട് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ലിസിൻ ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യം തന്നെ മുമ്പോട്ട് വെച്ച് 3-4 സൊല്യൂഷൻസ് പറഞ്ഞു. ആദ്യം പറഞ്ഞൊരു സൊല്യൂഷനാണ് ഈ സ്റ്റാറ്റസ് കോ. ഈ 2 പ്രോപ്പർട്ടിയിൽ നിലവിൽ ചർച്ചകൾ മാസങ്ങളായിട്ട് ചർച്ച നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച തുടരാം. ഇത്ര വലിയൊരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾ പടങ്ങൾ ബ്ലോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. അവർ പടങ്ങൾ ബ്ലോക്ക് ചെയ്യുക, ഓടിക്കൊണ്ടിരിക്കുന്ന ആടുജീവിതം പോലൊരു മികച്ച ചിത്രം നിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞത് അവരുടെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇൻഡസ്ട്രി കണക്കാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി. ഈ പറഞ്ഞ ഫെഫ്ക ഇൻവോൾവ് ചെയ്തു. ഞങ്ങൾ സർക്കാരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത ഘട്ടത്തിലേക്കുള്ള നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പം എന്തായാലും അവർ ഓപ്പൺ ചെയ്യാം എന്ന് പറഞ്ഞത് വലിയ കാര്യം. കാരണം നഷ്ടം, ഇപ്പം ഏറ്റവും നഷ്ടം സഹിച്ച ഒരു നിർമ്മാതാവാണ് ഈ ഇരിക്കുന്നത്. അപ്പം അത്തരം ആൾക്കാർക്ക് നഷ്ടം കുറയാനായിട്ടുള്ളൊരു സാഹചര്യം ഏതായാലും അവർ ഉണ്ടാക്കി തന്നല്ലോ. അതിനെപ്പറ്റി ഇനി ബാക്കിയുള്ള ചർച്ചകൾ തുടർന്നുള്ള ആഴ്ചകളിൽ നടക്കും. തീർച്ചയായിട്ടും സന്ദീപ് പറഞ്ഞ പോലെ ചർച്ചകൾ തന്നെയായിരുന്നു. ചർച്ചകൾ കുറേ ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ്. മാറി ചർച്ചകളായിരുന്നു. ചർച്ചകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലുള്ളവരെല്ലാവരും ഭാരവാഹികൾ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. അവസാനം ഇതിൻ്റെ കൂടെ ഫെഫ്ക
ഞങ്ങളുടെ കൂടെ ചേർന്നു. ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടലുകൾ പലതും ഉണ്ടായിരുന്നു. എന്നാലും സിനിമ ഒന്നടങ്കം, പ്രത്യേകിച്ച് മലയാളം സിനിമ, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും നല്ല കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിനിമ കഴിഞ്ഞ ഒരു 3 മാസം കാലഘട്ടമായിട്ട് സൗത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ട് നിലനിൽക്കുന്നത് മലയാള സിനിമയാണ്. മലയാള സിനിമയുടെ ഒരു നല്ല കാലഘട്ടത്തിൽ കൂടി പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലാണെങ്കിലും തെലുങ്ക് ദേശത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിക്കൂട്ടുന്ന സിനിമകളിൽ മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും എല്ലാം നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെ മറ്റ് 2-3 ബ്ലോക്ക് ബസ്റ്റർ സിനിമ, ആടുജീവിതം പോലെയുള്ള സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ കയറിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു തിയേറ്ററിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റിൻ്റെ അവരുടെ നിലപാട് ഞങ്ങൾക്കെതിരെ അവർ കാട്ടിയത്. അപ്പോൾ അതിന് തക്കതായിട്ട് സിനിമ എന്ന് പറയുന്ന മാധ്യമം എല്ലാവരും ഒന്നടങ്കം നിന്ന് സിനിമയിലെ നാനാതുറയിലുള്ള ഒരു അതായത് ട്രേഡ് ബോഡീസ് ആണെങ്കിലും ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നിന്നതിൻ്റെ ഫലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പം അത്തരം കോർപ്പറേറ്റുകൾക്ക് അവരുടെ തീരുമാനങ്ങൾക്കുപരി ഞങ്ങൾ കണ്ടന്റ് കൊടുക്കുന്നവർക്ക് ഒരു വിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്കും കൂടെ കഴിഞ്ഞ ഒരു അവസരമാണ് ഇത്. അപ്പം ഇത് മലയാള സിനിമയുടെ വിജയമാണ്. ഞങ്ങൾ ഇത് ആരുടെയും പ്രത്യേകിച്ച് ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ മാത്രം വിജയമായി പറയുന്നില്ല. ഇത് മലയാള സിനിമയുടെ വിജയമാണ്. കാരണം എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ച് നിന്നു. അതുകൂടാതെ നമ്മുടെ പ്രശസ്ത ഞങ്ങളുടെ വ്യവസായിയായിട്ടുള്ള യൂസഫ് അലി സാറിൻ്റെ ഒരു ഇടപെടലും കൂടി ഇതിൻ്റെ ഭാഗത്തൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ അദ്ദേഹത്തോടും നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. കാരണം ഇനിയും ഉപാധികളില്ലാതെ ഒരു തുറന്ന് കൊടുപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഭാവി ചർച്ചകൾ ചെയ്ത് ഞങ്ങൾ ഇനിയിപ്പോൾ ഇതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തും. അത് മലയാള സിനിമയ്ക്ക് അനുകൂലമായിട്ട്, സിനിമാ നിർമ്മാതാക്കൾക്ക് അനുകൂലമായിട്ടും വിതരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് തന്നെയായിരിക്കും ഞങ്ങൾ ഉറച്ചു നിൽക്കുക. അതിനകത്ത് യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പൈസ ഒക്കെ പോയി നിൽക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഹാപ്പി ആയില്ലേ? പൈസ വാരിക്കൂട്ടാലോ. ഞാൻ അടിച്ച ടെൻഷൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എല്ലാവർക്കും നന്ദി പറയാനുണ്ട്. കാരണം നമ്മളൊരു 3-4 ദിവസമായിട്ട് ഇതിന്റെ ചർച്ചകൾ നിയന്ത്രണമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് രാവിലെ പോലും നമുക്ക് ഇതേപോലെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവിടുത്തെ സംസാരിച്ചിട്ട് ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് തുറക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം വിഷു ദിനമാണല്ലോ. ഒരു വിഷു കൈനീട്ടമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും. തിയേറ്റർ വിസിറ്റ് ഒക്കെ തുടങ്ങാമല്ലേ? തിയേറ്റർ വിസിറ്റും തുടങ്ങാൻ നമ്മൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഉറപ്പായിട്ട് പോകണം, എല്ലാവരും പോകണം. തീർച്ചയായിട്ടും. അപ്പം ഒരു വിഷുക്കൈ നീട്ടമാണിത്. മലയാളികൾക്കൊരു വിഷുക്കൈ നീട്ടമാണ്. വലിയ സമരം പ്രഖ്യാപിച്ച, സമരം പിൻവലിച്ച ഒരു വിഷുക്കൈ നീട്ടം എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് അതോടൊപ്പം യൂസഫ് അലിക്കായും ഒരുമിച്ച് നിന്നപ്പോൾ മലയാളിക്കൊരു വിഷുക്കൈ നീട്ടമാണ്. PVR ഇന്ന് വൈകുന്നേരം തൊട്ട് സിനിമകൾ ഓൾ ഇന്ത്യയിൽ പ്രദർശനം തുടങ്ങിയാണ്.